നക്ഷത്രവ്യൂഹങ്ങൾ രൂപം കൊള്ളുന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണയുണ്ട്. നക്ഷത്രത്തിന്റെ സമീപത്തായിട്ട് ചെറിയ റോക്കി പ്ലാനറ്റ്സ് രൂപം കൊള്ളും. വലിയ വാതക ലോകങ്ങളാണെങ്കിൽ നക്ഷത്രത്തിൽ നിന്നും ഒരുപാട് അകലെയുമായിരിക്കും. ഇങ്ങനെയാണ് എപ്പോഴും നക്ഷത്രവ്യൂഹങ്ങൾ ഉണ്ടാകുന്നത്. സകല നക്ഷത്രവ്യൂഹങ്ങളിലും ഈ ഒരു രീതിയിലാണ് ഗ്രഹങ്ങൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ ഇതുവരെ കരുതിയിരുന്നത്. എന്നാൽ കുറച്ചു നാളുകൾക്ക് മുന്നേ ജ്യോതിശാസ്ത്രജ്ഞരെ മുഴുവൻ ആശയക്കുഴപ്പത്തിലാക്കിയ ഒരു വിചിത്രമായ നക്ഷത്രവ്യൂഹം കണ്ടെത്തി. ഗ്രഹങ്ങൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന രീതി നേരെ വിപരീതമായിരിക്കുന്ന ഒരു നക്ഷത്രവ്യൂഹം. ഇവിടെ നക്ഷത്രത്തിൽ നിന്നും ഒരുപാട് അകലെ വാതക ഭീമൻ ഗ്രഹങ്ങൾക്കും ശേഷമാണ് റോക്കി പ്ലാനറ്റ് നിലനിൽക്കുന്നത്. ഗ്രഹങ്ങൾ എങ്ങനെ രൂപം കൊള്ളുന്നു എന്നതിനെക്കുറിച്ച് ഒന്നുകൂടെ പഠിക്കാൻ ഇത് ഒരുപക്ഷെ നമ്മെ നിർബന്ധിതരാക്കിയേക്കാം. ഈ നക്ഷത്രവ്യൂഹത്തിന്റെ ശരിക്കുമുള്ള നിഗൂഢത എന്താണെന്നും എന്തുകൊണ്ടാണ് ഇത് നമ്മെ ആശയക്കുഴപ്പത്തിലാക്കുന്നതെന്നും നമുക്ക് നോക്കാം. ഒരു പുതിയ നക്ഷത്രവ്യൂഹം ഉണ്ടാകുന്ന സമയം നക്ഷത്രത്തിന് ചുറ്റും വാതകങ്ങളും പൊടികളും കൊണ്ട് നിറഞ്ഞ ഒരു ഡിസ്ക് ഉണ്ടായിരിക്കും. ഇതാണ് പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്ക്. ഈ ഡിസ്കിൽ നിന്നുമാണ് കാലക്രമേണ ഗ്രഹങ്ങൾ ഉൾപ്പെടെ നക്ഷത്രവ്യൂഹത്തിലെ സകലവും രൂപം കൊള്ളുന്നത്. നക്ഷത്രത്തിന്റെ സമീപത്ത് അതിതീവ്രമായ താപനിലയായിരിക്കും. നക്ഷത്രത്തിൽ നിന്നും അകലുന്നതിനനുസരിച്ച് ഈ പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്കിന്റെ താപനില കുറഞ്ഞുകൊണ്ടിരിക്കും. അനന്തരഫലമായി ഈ പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്കിന് ഒരു സ്നോ ലൈൻ ഉണ്ടാകും. നക്ഷത്രത്തിൽ നിന്നുമുള്ള ഒരു നിശ്ചിത ദൂരത്തിനെയാണ് സ്നോ ലൈൻ എന്ന് പറയുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്നോ ലൈൻ കഴിഞ്ഞാലേ പദാർത്ഥങ്ങൾക്ക് തണുത്തുറഞ്ഞ് ഐസിന്റെ രൂപത്തിലാകാൻ കഴിയൂ. സിലിക്കേറ്റ്സും ലോഹങ്ങളും പോലെയുള്ള കനം കൂടിയ പദാർത്ഥങ്ങൾക്ക് സ്നോ ലൈനിനുള്ളിൽ നിലനിൽക്കാൻ കഴിയും. അങ്ങനെ ഇവയിൽ നിന്നുമാണ് കാലക്രമേണ റോക്കി പ്ലാനറ്റ്സ് ഉണ്ടാകുന്നത്. പക്ഷേ സാധാരണ പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്കുകളിൽ ഇത്തരം കനം കൂടിയ പദാർത്ഥങ്ങളുടെ അളവ് തീരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വാതക ഭീമൻ ഗ്രഹങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റോക്കി പ്ലാനറ്റ്സിന് വലിപ്പവും മാസും ഒക്കെ തീരെ കുറവായിരിക്കും. എന്നാൽ സ്നോ ലൈനിന് അപ്പുറം മീഥൈനും ജലവും അമോണിയയും ഒക്കെ പോലെയുള്ള എല്ലാം തണുത്തുറഞ്ഞ് ഐസായി മാറും. ഈ ഐസ് പാർട്ടിക്കിൾസും പിന്നെ ലഭ്യമായ കനം കൂടിയ മറ്റു പാർട്ടിക്കിൾസും ഒക്കെ കൂടി ചേർന്ന് പതിയെ പതിയെ ഖരരൂപത്തിലുള്ള ഒരു ഗ്രഹം രൂപം കൊള്ളാൻ തുടങ്ങും. ഒരു പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്കിൽ പൊതുവെ ഇത്തരം ഐസ് പാർട്ടിക്കിൾസ് ആയിരിക്കും കൂടുതലുള്ളത്. കൂടുതലെന്ന് വെച്ചാൽ സിലിക്കേറ്റ്സിന്റെയും ലോഹങ്ങളുടെയും മൊത്തം അളവിന്റെ 3 മുതൽ 4 മടങ്ങോളം ഐസ് ഉണ്ടായിരിക്കും. അതിനാൽ തന്നെ ഈ ഗ്രഹം വളരെ വേഗം വലിപ്പവും മാസുമൊക്കെ വയ്ക്കും. ഭൂമിയുടെ ഏകദേശം 10 മടങ്ങോളം മാസ് ആകുമ്പോഴേക്കും ചുറ്റുമുള്ള വാതകങ്ങളെ വലിച്ചെടുക്കാൻ തക്ക വിധത്തിൽ ഈ ഗ്രഹത്തിന്റെ ഗ്രാവിറ്റി ശക്തമാകും. പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്കിലെ 99% വാതകങ്ങളായിരിക്കും. നക്ഷത്രത്തിൽ നിന്നും വമിക്കുന്ന തീവ്രമായ റേഡിയേഷൻ വാതകങ്ങളെയൊക്കെ നക്ഷത്രത്തിൽ നിന്നും അകലേക്ക് തള്ളും. അപ്പോൾ നക്ഷത്രത്തിൽ നിന്നും അകലെ വാതകങ്ങളുടെ അളവും താരതമ്യേന ഒരുപാട് കൂടുതലായിരിക്കും. അതിനാൽ ഈ ഗ്രഹങ്ങൾ വൻതോതിൽ വാതകങ്ങളെയൊക്കെ വലിച്ചെടുക്കും. അങ്ങനെയാണ് വാതക ഭീമൻ ഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. ഗ്രഹങ്ങളെല്ലാം ഈ രീതിയിൽ രൂപം കൊള്ളുന്നതിനാൽ സകല നക്ഷത്രവ്യൂഹങ്ങളിലും റോക്കി പ്ലാനറ്റ്സ് ഒക്കെ നക്ഷത്രത്തിന് സമീപവും വാതക ലോകങ്ങളൊക്കെ അകലെയുമായിരിക്കും. നമ്മുടെ സോളാർ സിസ്റ്റത്തിലും ഇത് കാണാൻ സാധിക്കും. ആസ്ട്രോയിഡ് ബെൽറ്റിലാണ് നമ്മുടെ സൗരയൂഥത്തിലെ സ്നോ ലൈൻ. ഇതുകൊണ്ടാണ് ആസ്ട്രോയിഡ് ബെൽറ്റിനുള്ളിലുള്ള ഗ്രഹങ്ങളെല്ലാം റോക്കി പ്ലാനറ്റ്സും പുറത്തുള്ളവയെല്ലാം വാതക ലോകങ്ങളുമായിരിക്കുന്നത്. ആസ്ട്രോയിഡ് ബെൽറ്റിൽ പോലും ഉള്ളിലോട്ടുള്ളവയെല്ലാം, അതായത് മാർസിനോടടുത്തുള്ള ആസ്ട്രോയിഡ്സ് എല്ലാം ഭൂരിഭാഗവും വരണ്ട റോക്കി വസ്തുക്കളാണ്. ഇവയിൽ അധികം ഐസ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കില്ല. എന്നാൽ ജൂപ്പിറ്ററിനോട് അടുത്തുള്ളവയിൽ നല്ലൊരു ശതമാനവും ജലത്തിന്റെ ഐസും കാർബണും ഒക്കെയാണ് അടങ്ങിയിരിക്കുന്നത്. എന്തായാലും ഈ പറഞ്ഞ രീതിയിലാണ് സകല നക്ഷത്രവ്യൂഹങ്ങളും രൂപം കൊള്ളുന്നത്. അപ്പോൾ സ്വാഭാവികമായും എല്ലാ നക്ഷത്രവ്യൂഹങ്ങളിലും റോക്കി പ്ലാനറ്റ്സ് നക്ഷത്രത്തിന് സമീപവും വാതക ലോകങ്ങൾ അകലെയുമായിരിക്കണം. ഇത്രയും കാലം വരെ നിരീക്ഷിച്ചിട്ടുള്ള സകല നക്ഷത്രവ്യൂഹങ്ങളിലും ഈ ഒരു ഘടന തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈയിടെ കണ്ടെത്തിയ ഒരു നക്ഷത്രവ്യൂഹം നമ്മുടെ ധാരണകളെയൊക്കെ ചോദ്യം ചെയ്യുന്നതാണ്. ഭൂമിയിൽ നിന്നും 116 പ്രകാശവർഷങ്ങൾക്കകലെ LHS 1903 എന്നൊരു റെഡ് ഡ്വാർഫ് നക്ഷത്രമുണ്ട്. ഈ നക്ഷത്രത്തിനെ പല പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ നമ്മൾ കണ്ടെത്തിയതാണ്. എന്നാൽ ഈ നക്ഷത്രത്തിന് ചുറ്റും വലം വയ്ക്കുന്ന ഗ്രഹങ്ങളെ 2026 ഫെബ്രുവരിയിലാണ് കണ്ടെത്തിയത്. നാസയുടെ ടെസ്റ്റ് ടെലസ്കോപ്പാണ് ഇതിനുവേണ്ടി പ്രധാനമായും ഉപയോഗിച്ചത്. ഒട്ടുമിക്ക എക്സോ പ്ലാനറ്റ്സിനെയും കണ്ടെത്തിയിട്ടുള്ളതുപോലെ ഈ ഗ്രഹങ്ങളെയും ട്രാൻസിറ്റ് മെത്തേഡിലൂടെയാണ് കണ്ടെത്തിയത്. അതായത് നമ്മൾ നോക്കുമ്പോൾ നക്ഷത്രത്തിന് മുന്നിലൂടെ കടന്നു പോകുന്ന ഒരു ഗ്രഹം കാരണം നക്ഷത്രത്തിന്റെ പ്രകാശം വളരെ വളരെ ചെറിയ രീതിയിൽ മങ്ങും. അത് ഡിറ്റക്ട് ചെയ്യുന്നതിലൂടെ അവിടെ ഒരു ഗ്രഹമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ട്രാൻസിറ്റ് മെത്തേഡ്. ഈ മെത്തേഡിലൂടെ ഈ റെഡ് ഡ്വാർഫിന് ചുറ്റും വലം വയ്ക്കുന്ന 4 ഗ്രഹങ്ങളെ കണ്ടെത്താനിടയായി. പ്രാഥമിക നിരീക്ഷണങ്ങളിൽ നിന്നും ഈ 4 ഗ്രഹങ്ങളുടെയും വലിപ്പം മാത്രമേ മനസ്സിലാക്കാൻ സാധിച്ചുള്ളൂ.
ശേഷം ഇവയുടെ സവിശേഷതകൾ മനസ്സിലാക്കാൻ സഹായിച്ചത് ESAയുടെ ക്യൂബ്സ് ടെലിസ്കോപ്പാണ്. ഇവയുടെ സവിശേഷതകൾ മനസ്സിലാക്കിയപ്പോൾ ശാസ്ത്രലോകം ശരിക്കും അത്ഭുതപ്പെട്ടു. 4 ഗ്രഹങ്ങളും നക്ഷത്രത്തിന്റെ വളരെ അടുത്താണ്. അതിനാൽ ഒരെണ്ണം പോലും നക്ഷത്രത്തിന്റെ ഹാബിറ്റബിൾ മേഖലയിലല്ല. ട്രാൻസിറ്റ് മെത്തേഡിൽ നക്ഷത്രത്തിന്റെ പ്രകാശം എത്രത്തോളം മങ്ങുന്നുവെന്ന് നോക്കുമ്പോൾ ഗ്രഹത്തിന്റെ വലിപ്പം മനസ്സിലാക്കാൻ പറ്റും. റേഡിയൽ വെലോസിറ്റി പോലെയുള്ള മെത്തേഡ്സിലൂടെ ഗ്രഹത്തിന്റെ മാസ് മനസ്സിലാക്കാനാകും. വലിപ്പവും മാസും ഉപയോഗിച്ച് ഗ്രഹത്തിന്റെ സാന്ദ്രതയും കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ നോക്കിയപ്പോൾ നക്ഷത്രത്തിന്റെ ഏറ്റവും സമീപമുള്ള ഗ്രഹത്തിന് ഭൂമിയുടെ 3.5 മടങ്ങോളം മാസും ഭൂമിയേക്കാൾ 38% കൂടുതൽ വലിപ്പവും 25% കൂടുതൽ സാന്ദ്രതയുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു സൂപ്പർ എർത്ത് റോക്കി പ്ലാനറ്റ് ആണ്. അല്ലാതെ ഇത്രയും ചെറിയ വലിപ്പത്തിൽ ഇത്രയധികം മാസും സാന്ദ്രതയും ഉണ്ടായിരിക്കില്ല. ഇത് നക്ഷത്രത്തിൽ നിന്നും വെറും 40 ലക്ഷം കിലോമീറ്റേഴ്സ് അകലെയാണ്. ഇതിന്റെ ഒരു വർഷം എന്നത് ഭൂമിയിലെ വെറും 2 ദിവസങ്ങളാണ്. അതായത് ഏതാണ്ട് 48 മണിക്കൂറുകൾ കൊണ്ടാണ് ഇതൊരു തവണ നക്ഷത്രത്തിന് ചുറ്റും വലം വെക്കുന്നത്. രണ്ടാമത്തെ ഗ്രഹം നക്ഷത്രത്തിൽ നിന്നും 80 ലക്ഷം കിലോമീറ്റേഴ്സ് അകലെയാണ്. 6 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇതൊരു തവണ നക്ഷത്രത്തിന് ചുറ്റും വലം വയ്ക്കും. ഇതിന് ഭൂമിയുടെ 2 മടങ്ങ് വലിപ്പവും 4.5 മടങ്ങ് മാസമുണ്ട്. എന്നാൽ സാന്ദ്രത ഭൂമിയുടെ വെറും പകുതിയാണ്. ഇത്രയും സാന്ദ്രത കുറവായതിനാൽ സ്വാഭാവികമായും ഇതൊരു വാതക ലോകമായിരിക്കും. ഭൂമിയേക്കാൾ വലിപ്പമുള്ളതും എന്നാൽ നെപ്റ്റ്യൂണിനേക്കാൾ ചെറുതുമായ വാതക ഗ്രഹങ്ങളെ മിനി നെപ്റ്റ്യൂൺ എന്നാണ് പറയുന്നത്. ഈ വിഭാഗത്തിൽ പെടുത്താൻ കഴിയുന്ന ഒരു ഗ്രഹവും നമ്മുടെ സോളാർ സിസ്റ്റത്തിലില്ല. ഇനി മൂന്നാമത്തെ ഗ്രഹം നക്ഷത്രത്തിൽ നിന്നും 128 ലക്ഷം കിലോമീറ്റേഴ്സ് അകലെയാണ്. വെറും 12.5 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇതൊരു തവണ നക്ഷത്രത്തിന് ചുറ്റും വലം വയ്ക്കും. ഇതിന് ഭൂമിയുടെ 2.5 മടങ്ങിൽ കൂടുതൽ വലിപ്പവും 6 മടങ്ങോളം മാസമുണ്ട്. പക്ഷേ ഭൂമിയുടെ വെറും 38% സാന്ദ്രതയേ ഉള്ളൂ. അപ്പോൾ ഇതും ഒരു മിനി നെപ്റ്റ്യൂണാണ്. ഇതുവരെ പറഞ്ഞ 3 ഗ്രഹങ്ങളും സാധാരണമായ രീതിയിൽ തന്നെയാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് നക്ഷത്രത്തിന് സമീപമുള്ളത് റോക്കി പ്ലാനറ്റും അകലെയുള്ളവ വാതക ലോകങ്ങളും. പക്ഷേ 4ാമത്തെ ഗ്രഹമാണ് പ്രശ്നം. 4ാമത്തെ ഗ്രഹം നക്ഷത്രത്തിൽ നിന്നും 226 ലക്ഷം കിലോമീറ്റേഴ്സ് അകലെയാണ്. ഏതാണ്ട് 29 ദിവസങ്ങൾ കൊണ്ടാണ് ഇതൊരു തവണ നക്ഷത്രത്തിന് ചുറ്റും വലം വയ്ക്കുന്നത്. ഇതിന് ഭൂമിയുടെ 6 മടങ്ങോളം മാസും ഭൂമിയേക്കാൾ 73% കൂടുതൽ വലിപ്പവുമുണ്ട്. എന്നാൽ സാന്ദ്രത 11% കൂടുതലാണ്. അതായത് ആദ്യത്തെ ഗ്രഹത്തിനെ പോലെ ഇതും ഒരു റോക്കി പ്ലാനറ്റ് ആണ്. ഇത് തന്നെയാണ് ഈ നക്ഷത്ര വ്യൂഹത്തിനെ വിചിത്രമാക്കുന്നതും. നക്ഷത്ര വ്യൂഹങ്ങൾ രൂപം കൊള്ളുന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത് വെച്ച് നോക്കുമ്പോൾ അവസാനത്തെ ഗ്രഹം റോക്കി പ്ലാനറ്റ് ആയിരിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. അത് തീർച്ചയായും ഒരു വാതക ലോകമായിരിക്കേണ്ടതാണ്. വാതക ലോകമായിരിക്കണമെന്ന് മാത്രമല്ല, ഇതിന് മുന്നേയുള്ള 2 ഗ്രഹങ്ങളിലുള്ളതിനേക്കാൾ കൂടുതൽ വാതകമുണ്ടായിരിക്കണം. എന്നാൽ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഗ്രഹത്തിൽ വാതകത്തിന്റെ അളവ് തീരെ കുറവാണ്. കട്ടിയുള്ള ഒരു അന്തരീക്ഷം പോലുമില്ല. ഇതാണ് ജ്യോതിശാസ്ത്രജ്ഞരെയൊക്കെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. എന്തെന്നാൽ ഇത് സാധാരണ കാണുന്ന ഘടനയിൽ നിന്നും വിപരീതമാണ്. അതിനാൽ തന്നെ ഈ നക്ഷത്ര വ്യൂഹത്തിനെ ഇൻസൈഡ് ഔട്ട് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. ഈ നക്ഷത്ര വ്യൂഹത്തിന്റെ നിഗൂഢതയ്ക്ക് പിന്നിൽ നിലവിൽ ചില സിദ്ധാന്തങ്ങളുണ്ട്. ഒന്നാമത്തേത് അറ്റ്മോസ്ഫിറിക് സ്ട്രിപ്പിംഗ്. ഈ സിദ്ധാന്തമനുസരിച്ച് ഇതിലെ 4 ഗ്രഹങ്ങളും പണ്ട് വാതക ലോകങ്ങളായിരുന്നു. പണ്ടെന്ന് വെച്ചാൽ നക്ഷത്ര വ്യൂഹത്തിന്റെ തുടക്കത്തിൽ. എന്നാൽ പുതുതായി രൂപം കൊള്ളുന്ന നക്ഷത്രങ്ങളെല്ലാം അത്യധികം തീവ്രമായിരിക്കും. LHS 1903യും സ്വാഭാവികമായും അതുപോലെ തന്നെ ആയിരുന്നിരിക്കും. അങ്ങനെ നക്ഷത്രത്തിൽ നിന്നും വമിക്കുന്ന തീവ്രമായ റേഡിയേഷൻ കാരണം 4 ഗ്രഹങ്ങളിലും ഉണ്ടായിരുന്ന വാതകങ്ങളും നഷ്ടമായി. സ്വാഭാവികമായും സമീപമുള്ള ഗ്രഹത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ റേഡിയേഷൻ വന്ന് പതിച്ചത്. അതുകൊണ്ടാണ് ആദ്യത്തെ ഗ്രഹം റോക്കി പ്ലാനറ്റ് ആയിരിക്കുന്നത്. അതായത് 1ാമത്തെ ഗ്രഹം യഥാർത്ഥത്തിൽ ചിത്തോണിയൻ പ്ലാനറ്റ് ആണ്. ഇപ്പോൾ മിനി നെപ്റ്റ്യൂൺസ് ആയിരിക്കുന്ന 2ാമത്തെയും 3ാമത്തെയും ഗ്രഹങ്ങൾ അന്ന് നമ്മുടെ ജൂപ്പിറ്ററിനെ പോലെ വലിയ വാതക ഭീമൻ ഗ്രഹങ്ങളായിരുന്നു. കുറെ വാതകങ്ങൾ നഷ്ടമായപ്പോഴാണ് ഇവ മിനി നെപ്റ്റ്യൂൺസ് ആയി മാറിയത്. 4ാമത്തെ ഗ്രഹത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് തീരെ ദുർബലമായിരിക്കും. അതുകൊണ്ടാണ് ഇതിന്റെ വാതകം പൂർണ്ണമായും നഷ്ടമായത്. പക്ഷെ ഈ സിദ്ധാന്തത്തിന്റെ പ്രശ്നം എന്താണെന്നാൽ 4ാമത്തെ ഗ്രഹം മറ്റു ഗ്രഹങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് അകലെയാണ്. അപ്പോൾ സ്വാഭാവികമായും നക്ഷത്രത്തിന്റെ സൗരക്കാറ്റ് ഇതിനെ അത്രത്തോളം ബാധിക്കേണ്ടതല്ല. അതുമാത്രമല്ല, ഗ്രാവിറ്റിയാണ് വാതകത്തിനെ പിടിച്ചു നിർത്തുന്നത്. ഭൂമിയുടെ 6 മടങ്ങോളം മാസുള്ള 4ാമത്തെ ഗ്രഹത്തിന് തീർച്ചയായും വാതകത്തിനെ പിടിച്ചു നിർത്താൻ ആവശ്യമായ ഗ്രാവിറ്റിയുമുണ്ട്. ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എത്ര ദുർബലമാണെങ്കിലും വാതകം മുഴുവൻ പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകേണ്ടതല്ല. ഏറ്റവും കുറഞ്ഞ പക്ഷം വളരെ കട്ടി കൂടിയ ഒരു അന്തരീക്ഷമെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. പക്ഷെ ഇതിന് ചെറിയൊരു അന്തരീക്ഷം പോലും ഇല്ലെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിദ്ധാന്തം ഈ നിഗൂഢതയെ ഒട്ടും തന്നെ സാധൂകരിക്കുന്നില്ല. ഇനി 2ാമത്തെ സിദ്ധാന്തമാണ് മൈഗ്രേഷൻ. ഈ സിദ്ധാന്തമനുസരിച്ച് രൂപം കൊണ്ട സമയം ഈ ഗ്രഹങ്ങൾ നിലനിന്നിരുന്നത് ഇന്ന് കാണുന്ന സ്ഥാനങ്ങളിലായിരുന്നില്ല.
2 മിനി നെപ്റ്റ്യൂൺസും ഇന്നത്തേതിൽ നിന്നും ഒരുപാട് അകലെയും 4ാമത്തെ ഗ്രഹം ഒരുപാട് അടുത്തുമാണ് രൂപം കൊണ്ടത്. എന്നാൽ പുതിയ നക്ഷത്ര വ്യൂഹങ്ങളൊക്കെ വളരെ കെയോട്ടിക് ആയിരിക്കും. കാരണം പുതുതായി രൂപം കൊള്ളുന്ന ഗ്രഹങ്ങൾക്ക് നക്ഷത്രത്തിന് ചുറ്റും സ്റ്റേബിളായി ഓർബിറ്റിലാകാൻ ഒരുപാട് കാലമെടുക്കും. അത്രയും കാലം വരെ ഈ ഗ്രഹങ്ങളെല്ലാം പരസ്പരം പിടിച്ചു വലിക്കുകയും തള്ളി മാറ്റുകയും ഒക്കെ ചെയ്യും. അതായത് തെരുവ് പട്ടികൾ പരസ്പരം കടികൂടുന്നത് പോലെ, അതായത് അധികാരത്തിന് വേണ്ടി ചിലർ അടിപിടി കൂടുന്നത് പോലെ. അനന്തരഫലമായി ചില ഗ്രഹങ്ങൾ നക്ഷത്ര വ്യൂഹത്തിന്റെ ഉള്ളിലോട്ട് വരികയും ചിലത് അകലേക്ക് പോവുകയും ചെയ്യും. ചില സാഹചര്യങ്ങളിലാണെങ്കിൽ ഗ്രഹങ്ങൾ പുറന്തള്ളപ്പെടാൻ പോലും സാധ്യതയുണ്ട്. ഇത് തന്നെയായിരിക്കും LHS 1903-ൽ സംഭവിച്ചത്. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് വളരെ സാധ്യതയുള്ള ഒരു സിദ്ധാന്തമായിട്ട് തോന്നും. കാരണം ഇങ്ങനെ ഗ്രഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൈഗ്രേറ്റ് ചെയ്യുന്നത് പല നക്ഷത്ര വ്യൂഹങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ സിദ്ധാന്തത്തിന്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്നാൽ, ഇങ്ങനെ 2 വലിയ ഗ്രഹങ്ങൾ നക്ഷത്രത്തിന്റെ അടുത്തോട്ട് വരണമെങ്കിൽ ഈ നക്ഷത്ര വ്യൂഹം മൊത്തം പണ്ട് അത്രയേറെ വയലന്റ് ആയിരുന്നിരിക്കണം. അത്രയും വയലന്റ് ആയ ഒരു നക്ഷത്ര വ്യൂഹത്തിൽ ഗ്രഹങ്ങളുടെ ഓർബിറ്റ്സ് എല്ലാം വളരെ തീവ്രമായിരിക്കും. തീവ്രമെന്ന് വെച്ചാൽ എല്ലാ ഗ്രഹങ്ങളുടെയും ഓർബിറ്റ്സ് വളരെ എക്സെൻട്രിക് ആയിരിക്കും. അതായത് ഗ്രഹങ്ങളുടെ ഓർബിറ്റ്സിനെല്ലാം ഒരുപാട് വലിച്ചു നീട്ടിയതുപോലത്തെ എലിപ്റ്റിക്കൽ ആകൃതിയായിരിക്കും. എന്നാൽ ഈ 4 ഗ്രഹങ്ങളുടെ ഓർബിറ്റ്സിനും ഏകദേശം കൃത്യമായ വൃത്താകൃതിയാണ്. ഈ ഓർബിറ്റ്സ് ഒക്കെ വളരെയധികം സ്റ്റേബിൾ ആണെന്നാണ് അതിന്റെ അർത്ഥം. സ്റ്റേബിൾ എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഓർബിറ്റിനേക്കാൾ സ്റ്റേബിൾ ആണ്. അപ്പോൾ പിന്നെ ഈ സിദ്ധാന്തം ശരിയായിരിക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. 3ാമത്തെ സിദ്ധാന്തമാണ് ലേറ്റ് ബ്ലൂമർ. ഇതാണ് ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന സിദ്ധാന്തം. ഈ സിദ്ധാന്തം അനുസരിച്ച് ആദ്യത്തെ 3 ഗ്രഹങ്ങളും പൂർണ്ണമായും രൂപം കൊണ്ട ശേഷം ഒരുപാട് വൈകിയാണ് 4ാമത്തെ ഗ്രഹം ഉണ്ടായത്. ഇത് വാതകങ്ങളെ പിടിച്ചു വലിക്കാൻ മാത്രം ശക്തമായ രീതിയിൽ വളർന്നപ്പോഴേക്കും പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്കിൽ ഉണ്ടായിരുന്ന വാതകങ്ങളൊക്കെ തീർന്നു പോയിരുന്നു. എന്നുവെച്ച് ആ വാതകത്തിനെയെല്ലാം മറ്റ് ഗ്രഹങ്ങൾ വലിച്ചെടുത്തുവെന്ന് കരുതരുത്. അങ്ങനെ മറ്റു ഗ്രഹങ്ങൾ വലിച്ചെടുക്കുന്നതിന് പുറമെ നേരത്തെ പറഞ്ഞതുപോലെ പുതുതായി രൂപം കൊള്ളുന്ന നക്ഷത്രങ്ങളിൽ നിന്നും അതിതീവ്രമായ റേഡിയേഷൻ വമിക്കും. ഈ റേഡിയേഷൻ കാരണം നക്ഷത്രം രൂപം കൊണ്ട് ഏകദേശം 1 കോടി വർഷങ്ങളാകുമ്പോഴേക്കും പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്കിലുള്ള വാതകങ്ങളൊക്കെ വ്യൂഹത്തിൽ നിന്നും ഏതാണ്ട് പൂർണ്ണമായും പുറന്തള്ളപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ അപ്പോഴും റോക്കി പ്ലാനറ്റ്സിനുണ്ടാകാൻ ആവശ്യമായ കനം കൂടിയ പദാർത്ഥങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ പിന്നെ ഇതിനു ശേഷമുണ്ടാകുന്ന ഗ്രഹങ്ങൾ സ്വാഭാവികമായും റോക്കി പ്ലാനറ്റ്സുമായിരിക്കും. അവയിൽ ഒട്ടും തന്നെ വാതകമുണ്ടായിരിക്കുകയുമില്ല. ഇതായിരിക്കും LHS 1903-ൽ സംഭവിച്ചത്. ഈ സിദ്ധാന്തം നിഗൂഢതയെ നല്ല രീതിയിൽ സാധൂകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ പേരും ഇതിനെ അംഗീകരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈ സിദ്ധാന്തത്തിനും ചില പ്രശ്നങ്ങളുണ്ട്. 1ാമത്തെ പ്രശ്നം, ഒരു പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്കിൽ നിന്നും രൂപം കൊള്ളുന്ന സകല ഗ്രഹങ്ങളും സാധാരണഗതിയിൽ ഒരേ സമയത്താണ് രൂപം കൊള്ളുന്നത്. സൈദ്ധാന്തികമായി അങ്ങനെ രൂപം കൊള്ളാനേ കഴിയൂ. കാരണം പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്കുകൾക്ക് അധികകാലം സ്റ്റേബിൾ ആയിരിക്കാനാകില്ല. കുറച്ച് ദശലക്ഷം വർഷങ്ങൾ കഴിയുമ്പോൾ തന്നെ ഇവ അൺസ്റ്റേബിൾ ആകാൻ തുടങ്ങും. 1 കോടി വർഷങ്ങളോളമൊക്കെ സ്റ്റേബിൾ ആയിരിക്കാൻ തീരെ സാധ്യതയില്ല. 2ാമത്, ഡിസ്കിൽ ലഭ്യമായ കനം കൂടിയ പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ച് ആദ്യത്തെ ചില ദശലക്ഷം വർഷങ്ങൾക്കുള്ളിൽ തന്നെ റോക്കി പ്ലാനറ്റ്സ് രൂപം കൊള്ളും. പിന്നെ അവിടെ ഒരു റോക്കി പ്ലാനറ്റിനുണ്ടാകാൻ ആവശ്യമായ പദാർത്ഥങ്ങൾ ഉണ്ടായിരിക്കില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ പോലും അത് വളരെ വളരെ ചെറിയൊരു ഗ്രഹം ഉണ്ടാകാൻ ആവശ്യമായ അളവിലായിരിക്കും. പക്ഷേ ഇതിലെ 4ാമത്തെ ഗ്രഹത്തിന് ആദ്യത്തെ റോക്കി പ്ലാനറ്റിന്റെ 2 മടങ്ങോളം മാസ് ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ വാതക ലോകത്തിന് പോലും ഇതിനേക്കാൾ കുറച്ചുകൂടെ മാസാണ് കൂടുതലുള്ളതെന്ന് ഓർക്കണം. 4ാമത്തെ ഗ്രഹം ഏറ്റവും അവസാനമാണ് രൂപം കൊണ്ടതെങ്കിൽ അതിനാവശ്യമായ പദാർത്ഥങ്ങളൊക്കെ എങ്ങനെയാണ് ലഭിച്ചത് എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് നമുക്ക് ഉത്തരമില്ല. അങ്ങനെ ഈ സിദ്ധാന്തത്തിനും ഒരുപാട് പോരായ്മകളുണ്ട്. LHS 1903-യുടെ അത്രത്തോളം നിഗൂഢമല്ലെങ്കിലും ഇതുപോലെ വിചിത്രമായ വേറെയും നിരവധി നക്ഷത്ര വ്യൂഹങ്ങൾ പണ്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോലെ വ്യത്യസ്തമായ ഓരോ നക്ഷത്ര വ്യൂഹവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എന്താണെന്നാൽ നമ്മുടെ സൗരയൂഥം സകല നക്ഷത്ര വ്യൂഹങ്ങളുടെയും ഒരു മാതൃകയല്ല. നമ്മുടെ സോളാർ സിസ്റ്റം വെറും ഒരു വെർഷൻ മാത്രമാണ്. ചിലപ്പോൾ അനന്തമായ സാധ്യതകളിൽ വെറും ഒരെണ്ണം മാത്രമായിരിക്കും. ഇത്തരം നക്ഷത്ര വ്യൂഹങ്ങൾ പ്രപഞ്ച രഹസ്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും കൂടുതൽ പര്യവേഷണം ചെയ്യാനും നമ്മെ പ്രേരിപ്പിക്കും. അതിലൂടെ പ്രപഞ്ചത്തിനെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകളും വർദ്ധിക്കും. ഒരുപക്ഷെ നമ്മുടെ ഗാലക്സിയിൽ എവിടെയെങ്കിലും LHS 1903 പോലും വളരെ നോർമലാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ അത്യധികം വ്യത്യസ്തമായ ഒരു നക്ഷത്ര വ്യൂഹം ഉണ്ടായിരിക്കും. ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ.